ഹായ് ഹലോ ദിസ് ഇസ് ശരണ്യ. വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് സ്പോർട്സ് എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എങ്കിലും നമുക്ക് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെയും അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതും കൂടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ആവശ്യമുള്ളവർ അഡീഷണൽ ഇൻഫർമേഷൻസ് ഞാൻ വളരെ പതുക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളവരൊന്ന് എഴുതിയെടുക്കുക, ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും, ഓർമ്മയുണ്ടാവും. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ മതി, നമുക്കത് ഓർമ്മയുണ്ടാവില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം എന്നുള്ള ചിന്തയേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് നമുക്കതിൻ്റെ പേരും സംഭവങ്ങളൊന്നും വരില്ല. അപ്പം അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക എല്ലാതും കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും 2 വട്ടമെങ്കിലും കേട്ടിരിക്കണം. ഞാനത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വട്ടം കേട്ട് കഴിയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ വട്ടവും കൂടെ കേൾക്കുമ്പോഴാണ് നമുക്കത് തറോ ആവുള്ളൂ മനസ്സിൽ. മനസ്സിലായോ? തറോ ആയി നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് കേട്ടേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. വീണ്ടും പറയണു, അഡീഷണൽ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുക്കുക. വേണം എന്നുള്ളവർ, അതിൽ കുറേ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇന്ന്. കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക ആവശ്യമുള്ളവർ. പിന്നെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ അത് കുറച്ച് മുന്നേ ഉള്ളത് ഉണ്ടാവാം. അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നീടുള്ള എക്സാംസിനും എല്ലാത്തിനും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ആവശ്യമില്ലാത്തവർ അത് നോട്ട് ചെയ്യണ്ട, ആവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രം നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് സ്ലൈഡിലോട്ട് മൂവ് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ആദ്യ ICC വനിതാ T20 ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇംഗ്ലണ്ട് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, ഇംഗ്ലണ്ട് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അല്ല, അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. അത് പറഞ്ഞു തരാം കേട്ടോ. അത് ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ജലദോഷവും ചുമയൊക്കെയാണ്. എനിക്കും വന്നു പോയേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എനിക്ക് ത്രോട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്കിലും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ചെയ്യാതിരുന്ന അത്രയും നിങ്ങൾക്ക് ദിവസങ്ങൾ കുറവാണല്ലോ. അപ്പം അത്രയും നഷ്ടമാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ഏകദേശം വന്നു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു. ഓക്കെ, നമുക്ക് എന്തായാലും മൂവ് ചെയ്യാം. ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ICC വനിതാ T20 ലോകകപ്പിന്റെ ആദ്യ പതിപ്പ് 2009 ഇംഗ്ലണ്ട് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ദ്വിവത്സരമായി പരിപാടി സംഘടിപ്പിക്കുന്നു. അതായത് ദ്വിവത്സരമായി, അതാണ് അതിൽ ഇമ്പോർട്ടന്റ് കേട്ടോ. ആദ്യ പതിപ്പിൽ ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. എത്ര വിക്കറ്റിനാണ്? 6 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ ശീർഷകങ്ങൾ നേടിയത്. എത്രയായിരുന്നു? 5 കേട്ടോ. 2020 ഓസ്ട്രേലിയയിൽ സംഘടിപ്പിച്ച അവസാന പതിപ്പ് ഓസ്ട്രേലിയ തന്നെ നേടി. ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടവും നേടി. ഓക്കെ, ഇനി കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ICC വനിതാ T20 ലോകകപ്പ് ടൂർണമെന്റിന്റെ 8ാം പതിപ്പ് 2023 ദക്ഷിണാഫ്രിക്കയിൽ നടക്കും. എന്താണ്? ICC വനിതാ T20 ലോകകപ്പ് ടൂർണമെന്റിന്റെ 8ാം പതിപ്പ് 2023 ദക്ഷിണാഫ്രിക്കയിൽ നടക്കും. ICC വനിതാ T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് ന്യൂസിലാൻഡിലെ സുസി ബേറ്റ്സ്. ആരാണ്? സുസി ബേറ്റ്സ്. 929 ആണ് കേട്ടോ. എന്താണ്? ICC വനിതാ T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് ന്യൂസിലാൻഡിലെ സുസി ബേറ്റ്സ് ആണ്, 929. ICC വനിതാ T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയത് അനിയ സ്റുപ്സോൾ, 41, ഇംഗ്ലണ്ട് ആണ് കേട്ടോ. അനിയ സ്റുപ്സോൾ 41, ഇംഗ്ലണ്ട്. 5 പുരുഷ വനിതാ ലോകകപ്പ് കിരീടങ്ങൾ നേടുന്ന ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ. എന്താണ്? 5 പുരുഷ വനിതാ ലോകകപ്പ് കിരീടങ്ങൾ നേടുന്ന ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ. ആദ്യ പുരുഷ T20 ലോകകപ്പ്
2007 പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടി. എന്താണ്? ആദ്യ പുരുഷ T20 ലോകകപ്പ് 2007 പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടി. ICC പുരുഷ T20 ലോകകപ്പിന്റെ ആദ്യത്തെ, അതായത് അടുത്ത പതിപ്പ് 2021 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതായിരിക്കും. എന്താണ്? ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ, അതായത് ഈ മത്സരത്തിന്റെ ലോകകപ്പിന്റെ അടുത്ത പതിപ്പ് 2021 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവും. അഡീഷണൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താണത്? വാക്കർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? വാക്കർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഫുട്ബോൾ, ഓപ്ഷൻ സി ഫെൻസിങ്, ഓപ്ഷൻ ഡി ഗോൾഫ്. അല്ലെ? അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഗോൾഫ് ആണ് കേട്ടോ. നമുക്കിതാ വാക്കർ കപ്പിന്റെ പിക്ചറും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കപ്പ് കണ്ടോളൂട്ടാ. അപ്പൊ വാക്കർ കപ്പിന്റെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ് ആണ്. അതിന്റെ പിക്ചറും ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസിലോട്ട് പോവാം അല്ലേ? എന്താണ്? 1920 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗോൾഫ് അസോസിയേഷന്റെ, അതായത് USGA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗോൾഫ് അസോസിയേഷന്റെ പ്രസിഡന്റായ ജോർജ് ഹെർബർട്ട് വാക്കറുടെ പേരിലാണ് വാക്കർ കപ്പ് അറിയപ്പെടുന്നത്. എന്താ പേര്? ജോർജ് ഹെർബർട്ട് വാക്കർ. ഓക്കെ, പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ ട്ടാ. വാക്കറുടെ പേരിലാണ് വാക്കർ കപ്പ് അറിയപ്പെടുന്നത്. ഇനി ഞാൻ കുറച്ച് കായിക ഇനങ്ങളും അതിന്റെ ബന്ധപ്പെട്ട ട്രോഫിയും പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കൂ, കാരണം നമുക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പറ്റണ്ടേ. ഓക്കെ, ഗോൾഫിന് വാക്കർ കപ്പ്, അതായത് ഫസ്റ്റ് കായിക ഇനം പറയാം, പിന്നെ ബന്ധപ്പെട്ട ട്രോഫി ഏതാണെന്നുള്ളതും പറയാം കേട്ടോ. ഗോൾഫിന് വാക്കർ കപ്പ്. പിന്നെ യാച്ച് റേസിംഗ്, അതിന് അമേരിക്കൻ കപ്പ്. യാച്ച് റേസിംഗിന് അമേരിക്കൻ കപ്പ്. ഫുട്ബോൾ, അതായത് ഇന്ത്യയില്, പാകിസ്ഥാനില്, ശ്രീലങ്കയില്, മ്യാൻമാറില് ഒക്കെ ഇതാണ് കൊളംബോ കപ്പ്. എന്താണ്? ഫുട്ബോളിന് ഇന്ത്യയില്, പാകിസ്ഥാൻ, ശ്രീലങ്ക, മ്യാൻമാർ ഇവിടെയൊക്കെ ഏതാണ്? കൊളംബോ കപ്പ്. ടെന്നീസ് പുരുഷന്മാരുടെ ഏതാണ്? ഡേവിസ് കപ്പ്. ഏതാണ്? ഡേവിസ് കപ്പ്. ടെന്നീസ് സ്ത്രീകളുടെ ബില്ലി ജീൻ കിങ് കപ്പ്. എന്താണ്? ടെന്നീസ് സ്ത്രീകളുടെ ബില്ലി ജീൻ കിങ് കപ്പ്. ലോക ഫുട്ബോൾ സോക്കർ ജൂൾസ് റിംററ്റ് ട്രോഫി. ജൂൾസ് റിംററ്റ് ട്രോഫി. ഗോൾഫ് പുരുഷന്മാരുടെ റൈഡർ കപ്പ്. ഏതാണ്? ഗോൾഫ് പുരുഷന്മാരുടെ റൈഡർ കപ്പ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഏഷ്യൻ ബാഡ്മിന്റൺ തുങ്കു അബ്ദുൾ റഹ്മാൻ കപ്പ്. ഏതാണ്? ഏഷ്യൻ ബാഡ്മിന്റൺ തുങ്കു അബ്ദുൾ റഹ്മാൻ കപ്പ്. അടുത്തത് ലോക ടേബിൾ ടെന്നീസ് പുരുഷന്മാരുടെ സ്വെത്ലിംഗ് കപ്പ്. എന്താണ്? ലോക ടേബിൾ ടെന്നീസ് പുരുഷന്മാരുടെ സ്വെത്ലിംഗ് കപ്പ്. ബാഡ്മിന്റൺ സുധീർമാൻ കപ്പ്. ബാഡ്മിന്റൺ സുധീർമാൻ കപ്പ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി ബാഡ്മിന്റൺ സ്ത്രീകളുടെ പറഞ്ഞില്ലല്ലോ, അത് പറയാം. ബാഡ്മിന്റൺ സ്ത്രീകളുടെ യൂബർ കപ്പ്. ഏതാണ്? യൂബർ കപ്പ്. ബാസ്കറ്റ്ബോൾ വില്യം ജോൺസ് കപ്പ്. ബാസ്കറ്റ്ബോൾ വില്യം ജോൺസ് കപ്പ്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കുഴപ്പമില്ല, എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയല്ല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കൊന്ന് വായിച്ചു കിട്ടുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. ഇതുപോലെ വേറെ ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ടേ. അതിനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുകയുമാണ് രണ്ടു വട്ടം എപ്പോഴും, ഇല്ലാണ്ട് നമുക്ക് ഓർമ്മ നിൽക്കില്ല. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞുതരാം. ബാസ്കറ്റ് ബോളിലല്ലേ നമ്മൾ നിർത്തിയത്? ബാസ്കറ്റ് ബോള് വില്യം ജോൺസ് കപ്പ്. ക്രിക്കറ്റ് പ്രുഡൻഷ്യൽ ലോകകപ്പ്. പോളോ എസ്ര കപ്പ്. പോളോ ഏതാണ്? എസ്ര കപ്പ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് സ്പോർട്ടിംഗ് ഓണർ ഇൻ ഇന്ത്യ, അത് ധ്യാൻചന്ദ് പുരസ്കാരം. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ദുലീപ് ട്രോഫി. ഏതാണ്? ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ദുലീപ് ട്രോഫി. ഹോക്കി ഗുരുനാനക് ദേവ് ഗോൾഡ് കപ്പ് ഉണ്ട്.
മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ്. ഹോക്കി ഏതൊക്കെയാണ്? ഗുരു നാനാക്ക് ദേവ് ഗോൾഡ് കപ്പ്, മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ്. ഇത് ഞാൻ കായിക ഇനവും അതിന്റെ ബന്ധപ്പെട്ട ട്രോഫിയാണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാറിപ്പോവല്ലേ ട്ടാ. ഫുട്ബോള് റോവേഴ്സ് കപ്പ്, വള്ളംകളി നെഹ്റു ട്രോഫി, അത് എല്ലാവർക്കും അറിയാലോ, വള്ളംകളി നെഹ്റു ട്രോഫി. ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പ് രംഗസ്വാമി കപ്പ്. ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഏതാണ്? രംഗസ്വാമി കപ്പ്. ഓക്കെ, ഇതെല്ലാം അഡീഷണൽ ഇൻഫർമേഷൻസും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി പറയുന്ന ഏത് കായിക ഇനത്തിലെ കളിക്കാരുടെ എണ്ണമാണ് 11? ഏതൊക്കെ തന്നിട്ടുണ്ട്? ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, ഇവയെല്ലാം. ഇത് നമുക്ക് നല്ലപോലെ എല്ലാവർക്കും അറിയാം അല്ലേ? തെറ്റുകൂടാണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണ് ഇതിൽ ആൻസർ? ഇവയെല്ലാം അല്ലെ? ക്രിക്കറ്റും ഉണ്ട്, ഹോക്കി ഉണ്ട്, ഫുട്ബോളും ഉണ്ട് അല്ലെ? ഇതെല്ലാം അതിന്റെ ആൻസർ ആണ്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം കേട്ടോ. അതായത് ഇൻഫർമേഷൻസ്, കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനിലോട്ട് പോവാം. അതായത് ഞാൻ കായിക ഇനവും കളിക്കാരുടെ എണ്ണവും, അതായത് ഒരു ടീമിൽ കേട്ടോ, ഒരു ടീമിൽ എത്ര കളിക്കാരുടെ എണ്ണം ഉണ്ട് എന്നുള്ളതും പറഞ്ഞുതരാം. ഇപ്പൊ ബാഡ്മിന്റൺ ഫസ്റ്റ് എടുക്കാം. ബാഡ്മിന്റൺ സിംഗിൾ 1, കളിക്കാരൻ ആൻഡ് ഡബിൾ 2 എണ്ണം, 2 കളിക്കാരുണ്ടാവും. സിംഗിൾ 1, കളിക്കാരൻ ആൻഡ് ഡബിൾ 2 കളിക്കാരുണ്ടാവും. ഓക്കെ. ബേസ്ബോളില് 9, ബേസ്ബോളിൽ എത്രയാണ്? 9. ബാസ്കറ്റ് ബോളില് 5, ബാസ്കറ്റ് ബോളില് 5. ബില്ലിയാർഡ്സ് അല്ലെങ്കിൽ സ്നൂക്കർ എന്ന് പറയും, ബില്ലിയാർഡ്സ് അല്ലെങ്കിൽ സ്നൂക്കർ 1. ബോക്സിംഗ് 1, ചെസ് 1, ക്രിക്കറ്റ് 11, ക്രോക്കറ്റ് 3 അല്ലെങ്കിൽ 6, ക്രോക്കറ്റ് 3 അല്ലെങ്കിൽ 6. ഫുട്ബോൾ സോസർ 11, ഫുട്ബോൾ സോസർ 11. ഗോൾഫ് നിർണയിച്ചിട്ടില്ല. ഹോക്കി 11, ഹോക്കി 11. കബഡിയിൽ എത്ര പേരായിരിക്കും? കബഡിയില് 7, കബഡിയില് 7. ഖോഖോ 9, ലാക്രോസ് 10, നെറ്റ്ബോൾ 7, പോളോ 4, റഗ്ബി ഫുട്ബോൾ 15. ടേബിൾ ടെന്നീസ് സിംഗിൾ 1, പിന്നെ കളിക്കാരനും ഡബിളും 2 കളിക്കാർ കേട്ടോ. ടെന്നീസ് സിംഗിൾ 1, കളിക്കാരൻ പിന്നെ ഡബിളും 2 കളിക്കാര്. ഓക്കെ, അപ്പൊ ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാ ഇപ്പൊ നമ്മൾ പറഞ്ഞ? ബാഡ്മിന്റൺ പറഞ്ഞു, ബേസ്ബോൾ പറഞ്ഞു, ബാസ്കറ്റ് ബോൾ പറഞ്ഞു, പിന്നെ ബില്ലിയാർഡ്സ് അല്ലെങ്കിൽ സ്നൂക്കർ, ബോക്സിംഗ് ആൻഡ് ചെസ്, ക്രിക്കറ്റ്, ക്രോക്കറ്റ്, ഫുട്ബോള്, ഗോൾഫ്, ഹോക്കി, കബഡി, ഖോഖോ, ലാക്രോസ്, നെറ്റ്ബോള്, പോളോ, റഗ്ബി ഫുട്ബോള്, ടേബിൾ ടെന്നീസ്, ടെന്നീസ്, ഇതെല്ലാം പറഞ്ഞു. പിന്നെ ടെന്നീസ്, വോളിബോള്, വോളിബോളിൽ 6 പേര്, വാട്ടർ പോളോയില് 7 പേര് കേട്ടോ. ഇതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ എന്തായാലും നോട്ട് ചെയ്തെടുക്കണേ പ്ലീസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ. നെഹ്റു ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതൊക്കെ ഓപ്ഷൻസ്? ടെന്നീസ്, വള്ളംകളി, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ. നമ്മൾ നേരത്തെ പറഞ്ഞു കായിക ഇനവും ട്രോഫിയും വായിച്ചതിൽ ഞാൻ പറയുകയും ചെയ്തു വള്ളംകളി എല്ലാവർക്കും അറിയാമെന്നല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? വള്ളംകളി. ഏതാണ്? വള്ളംകളിയാണ് ഇതിന്റെ ആൻസർ. നെഹ്റു ട്രോഫി എന്തായാലും എപ്പോഴും വള്ളംകളിയുമായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ പ്രശസ്തമായ ഒരു കായിക വിനോദമാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത്. വള്ളങ്ങൾ സാധാരണയായി പാമ്പിന്റെ ആകൃതിയിലായിരിക്കും ഉണ്ടാവുക. ഈ പാമ്പ് വള്ളങ്ങൾ അല്ലെങ്കിൽ സ്നേക്ക് ബോട്ട്സ് അഥവാ ചുണ്ടൻ വള്ളങ്ങൾക്ക് 100 അടി വരെ നീളം ഉണ്ടാവും. എത്രയുണ്ടാവും? 100 അടി വരെ നീളം ഉണ്ടാവും. ഈ പരിപാടികൾക്കിടയിൽ നടക്കുന്ന നിരവധി പ്രധാന മത്സരങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, കൂടാതെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രശസ്തമായ ചില വള്ളംകളികളും ഒരുപാടുണ്ട്. അത് ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പറഞ്ഞുതരാം. അതിലൊന്ന് മാത്രമാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി. ഓക്കെ, ഈ നെഹ്റു കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നെഹ്റു കപ്പ് ശരിക്കും ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജവഹർലാൽ നെഹ്റു ഹോക്കി ടൂർണമെന്റ് സൊസൈറ്റി, അതായത് JNHTS, ജവഹർലാൽ നെഹ്റു ഹോക്കി ടൂർണമെന്റ് സൊസൈറ്റി JNHTS സംഘടിപ്പിക്കുന്ന ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് ജവഹർലാൽ നെഹ്റു ഹോക്കി ടൂർണമെന്റ്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. നെഹ്റു കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജവഹർലാൽ നെഹ്റു ഹോക്കി ടൂർണമെന്റ് സൊസൈറ്റി, അതായത് JNHTS സംഘടിപ്പിക്കുന്ന ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് ജവഹർലാൽ നെഹ്റു ഹോക്കി ടൂർണമെന്റ്. മനസ്സിലായല്ലോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡാഷുമായി ബന്ധപ്പെട്ടതാണ് അഡ്മിറൽസ് കപ്പ്. അഡ്മിറൽസ് കപ്പ്, ഈ കപ്പ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ? കായിക ഇനവും ഏതൊക്കെ ട്രോഫി ആണെന്നുള്ളതിൽ അല്ലെ? നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ ഏതാണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ബോക്സിംഗ്, സ്ക്വാഷ്, ബില്യാർഡ്സ്, കപ്പലോട്ടം. ഇതിൽ ആൻസർ ഏതാണ്? അഡ്മിറൽ കപ്പ്. അഡ്മിറൽസ് കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം ഏതാണ്? കപ്പലോട്ടം. ഏതാണ്? കപ്പലോട്ടം. ഈ അഡ്മിറൽസ് കപ്പ് ഒരു അന്താരാഷ്ട്ര യാച്ചിങ് മത്സരമാണ്. എന്താണ്? അന്താരാഷ്ട്ര യാച്ചിങ് മത്സരമാണ്. ഓഫ് ഷോർ റേസിംഗിന്റെ അനൗദ്യോഗിക ലോക ചാമ്പ്യൻഷിപ്പ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? ഓഫ് ഷോർ റേസിംഗിന്റെ അനൗദ്യോഗിക ലോക ചാമ്പ്യൻഷിപ്പ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇത് ഇംഗ്ലണ്ടിലാണ് നടന്നത്. എവിടെയാണ്? ഇംഗ്ലണ്ടിൽ. അവസാനമായി 2003 നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് വിജയി. അവസാനമായി നടന്നത് 2003 അതിൽ ആരാണ് വിജയി? ഓസ്ട്രേലിയയാണ് വിജയി. മറ്റ് പ്രശസ്തമായ കപ്പലോട്ട കപ്പുകളാണ് കുറച്ച് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നുള്ളത്. അമേരിക്കയുടെ കപ്പ്, പിന്നെ വോൾവോ ഓഷ്യൻ റേസ്, പിന്നെ വെൻഡി ഗ്ലോബ്. എന്താണ്? വെൻഡി ഗ്ലോബ്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. അമേരിക്കയുടെ കപ്പ്, വോൾവോ ഓഷ്യൻ റേസ്, വെൻഡി ഗ്ലോബ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായാണ് ഐസൻഹോവർ കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് കായിക ഇനവുമായിട്ടാണ് ഐസൻഹോവർ കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ടെന്നീസ്, ചെസ്, ഫുട്ബോൾ, ഗോൾഫ്. ഇതിൽ ആൻസർ വന്നിട്ട് നമുക്ക് ഓപ്ഷൻ ഡി ഗോൾഫ് ആണ് കേട്ടോ. അപ്പം ഐസൻഹോവർ കപ്പ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോൾഫുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് കായിക മത്സരങ്ങളും അതിന്റെ കപ്പ്, അതായത് ട്രോഫിയും പറഞ്ഞുതരാം കേട്ടോ. ടെന്നീസ്, ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ, വിംബിൾഡൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, ഡേവിസ് കപ്പ്, ഹോപ്പ്മാൻ കപ്പ് കേട്ടോ. ഡേവിസ് കപ്പ്, ഹോപ്പ്മാൻ കപ്പ്. ഓക്കെ. ഗോൾഫിൽ വന്നിട്ട് കാനഡ കപ്പ്, റൈഡർ കപ്പ്, വാക്കർ കപ്പ്. ഗോൾഫിൽ ഏതാണ്? കാനഡ കപ്പ്, റൈഡർ കപ്പ്, വാക്കർ കപ്പ്. പിന്നെ ഗോൾഫില് ഐസൻഹോവർ കപ്പും കൂടി ഉണ്ട്. അത് നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻ വായിച്ചല്ലോ അത്. പിന്നെ ഹോക്കിയിലെ ആഖാ ഖാൻ കപ്പ്, ധ്യാൻ ചന്ദ് ട്രോഫി, ബൈറ്റൺ കപ്പ്, സിന്ധ്യ ഗോൾഡ് കപ്പ്, സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്, ബീഗം റസൂൽ ട്രോഫി. അത് വനിതകളുടെയാണ്, ബീഗം റസൂൽ ട്രോഫി. ഓക്കെ. ഇനി ഫുട്ബോളില് അശുതോഷ് ട്രോഫി, ബീഗം ഹസ്രത്ത് മഹൽ ട്രോഫി, ഡ്യൂറാൻഡ് കപ്പ്, മിർ ഇക്ബാൽ ഹുസൈൻ ട്രോഫി, റോവേഴ്സ് കപ്പ്. ഒരിക്കൽ കൂടെ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മെസ്സേജ് ഇടണേ. കാരണം ഈ പറയുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാനോ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷൻസ്. ഓക്കെ, നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ബാഡ്മിന്റൺ മത്സരത്തിൽ വനിതകൾക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കപ്പ് ട്രോഫി ആണ് സമ്മാനിക്കാറുള്ളത്? ഏതൊക്കെയാണ് ഓപ്ഷൻസ്? വെബ് എല്ലിസ് കപ്പ്, വിസ്ഡൻ ട്രോഫി, ഊബർ കപ്പ്, ഡെർബി കപ്പ്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ആണ് ഏത്? ഓപ്ഷൻ സി, ഊബർ കപ്പ്. ഏതാണ്? ഓപ്ഷൻ സി, ഊബർ കപ്പ്. ഇനി ഞാൻ കുറച്ച് കപ്പുകളും, അതായത് കായിക ഇനവും കപ്പുകളും പറഞ്ഞുതരാം കേട്ടോ. റഗ്ബിയില് വെബ് എല്ലിസ് കപ്പ്, ഡെർബി കപ്പ്, ക്വിൽട്ടർ കപ്പ്, ഗോൾഡൻ ഹണ്ടർ മെമ്മോറിയൽ ട്രോഫി. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. റഗ്ബിയില് വെബ് എല്ലിസ് കപ്പ്, ഡെർബി കപ്പ്, ക്വിൽട്ടർ കപ്പ്, ഗോൾഡൻ ഹണ്ടർ മെമ്മോറിയൽ ട്രോഫി. ഇതെല്ലാം ഇതിന് കൊടുക്കുന്നതാണ്, അതാണ് അങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി ക്രിക്കറ്റില് ആഷസ് കപ്പ്,
CK നായിഡു ട്രോഫി, ദിയോദർ ട്രോഫി, ദുലീപ് ട്രോഫി, വിസ്ഡൻ ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി. അടുത്തത് ബാഡ്മിന്റണില് അഗർവാൾ കപ്പ്, ചദ്ദ കപ്പ്, ഹരിലേല കപ്പ്, തോമസ് കപ്പ്, അത് പുരുഷന്മാരുടെയാണ് കേട്ടോ. പിന്നെ ഊബർ കപ്പ്, അത് വനിതകളുടെ. അതിപ്പോ നമ്മൾ ഇതിൽ ചോദിച്ചല്ലോ, അതാണ് ഊബർ കപ്പ് വനിതകളുടെ. ഓക്കെ, നമുക്കിനി അടുത്ത ഈ എക്സ്ട്രാ ഇൻഫർമേഷൻസ് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ മിൽഖ സിംഗ്, പിന്നെ കർണം മല്ലേശ്വരി, PT ഉഷ, KT ജാദവ്. ഇതിൽ ആരാണ് ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? KT ജാദവ്. ഓപ്ഷൻ ഡി ആണല്ലേ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. KD ജാദവ് ഒരു ഇന്ത്യൻ അത്ലറ്റ് ആയിരുന്നു കേട്ടോ. 1952 സമ്മർ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. 2001 മരണാനന്തരം അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2001 മരണാനന്തരം അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മിൽഖ സിംഗ് ഒരു ഇന്ത്യൻ അത്ലറ്റ് ആണ്. മിൽഖ സിംഗ് എന്താണ്? ഒരു ഇന്ത്യൻ അത്ലറ്റ് ആണ്. നമ്മുടെ ഈ ഓപ്ഷൻ എയിലുണ്ട് കണ്ടോ. മിൽഖ സിംഗ് ഒരു ഇന്ത്യൻ അത്ലറ്റ് ആണ്. അദ്ദേഹം ദി ഫ്ലൈയിങ് സിംഗ് എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നത്? ദി ഫ്ലൈയിങ് സിംഗ്. ഓക്കെ. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. ഇന്ത്യൻ വെയിറ്റ് ലിഫ്റ്റ് ആണ്. അതായത് ആരെയാ പറയണമെന്ന് മനസ്സിലായോ? കർണം മല്ലേശ്വരി ട്ടോ. നമ്മുടെ കർണം മല്ലേശ്വരി എന്താണ്? വെയിറ്റ് ലിഫ്റ്റർ ആണ് നമ്മുടെ കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു കർണം മല്ലേശ്വരി. അവർക്ക് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് PT ഉഷ. PT ഉഷ ഏറ്റവും വിജയം കൈവരിച്ച അത്ലറ്റുകളിൽ ഒരാളാണ്. ഗോൾഡൻ ഗേൾ എന്നും PT ഉഷ അറിയപ്പെടുന്നു. എങ്ങനെയാണ്? ഗോൾഡൻ ഗേൾ. ഏഷ്യൻ ഗെയിംസിൽ 13 സ്വർണ്ണ മെഡൽ നമ്മുടെ PT ഉഷ നേടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക ഇനവുമായി സ്റ്റോപ്പർ ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക ഇനവുമായിട്ടാണ്? ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഫുട്ബോൾ, ഹോക്കി, റഗ്ബി ഫുട്ബോൾ, ക്രിക്കറ്റ്. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഫുട്ബോൾ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇത് എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇതെന്തായാലും പഠിക്കാൻ അഡീഷണൽ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടിസ്ഥാനപരമായി മൈതാനത്ത് കളിക്കുന്ന ഒരു ടീം ഗെയിമും തുറസായിട്ടുള്ള സ്ഥലത്ത് കളിക്കുന്ന ഒരു കായിക വിനോദമാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. മൈതാനം ചതുരാകൃതിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഈ മത്സരത്തിൽ 2 ടീമുകൾ, അതായത് 16 കളിക്കാർ പങ്കെടുക്കും. ഓരോ ടീമിൽ നിന്നും 11 കളിക്കാർ കളിക്കും. അതിൽ ബാക്കി 5 പേരുണ്ടാവില്ല. അവരെന്ത് ചെയ്യും? പകരക്കാരുടെ ബെഞ്ചിൽ ഇരിക്കുകയും ചെയ്യും അല്ലെ. ഈ ഡീറ്റെയിൽസ് ഒക്കെ നല്ലപോലെ എല്ലാവർക്കും അറിയും, അതായത് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. പക്ഷെ എങ്കിലും അറിയാത്ത ഏതെങ്കിലും ഒരാൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയണത്. അവർക്ക് യൂസ്ഫുൾ ആവും. കാരണം എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയണം എന്നില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ മിസ് എന്തിനാ ഇതെല്ലാം പറയണത്, ഇതെല്ലാം അറിയുമല്ലോ എന്ന്. അങ്ങനെ വിചാരിക്കേണ്ട. നമുക്ക് ഒന്നുകൂടെ കേട്ടു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. നമുക്ക് ഒന്നുകൂടെ മനസ്സിൽ അത് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ അംഗീകൃത വലിപ്പത്തിലുള്ള ഫുട്ബോൾ മൈതാനത്തിന്റെ ഏകദേശ അളവ് 90 മീറ്റർ മുതൽ 110 മീറ്റർ വരെയാണ്. അത് നീളമാണ്. 90 മീറ്റർ മുതൽ 60 മീറ്റർ വരെയുള്ളത് വീതിയും ട്ടോ. ഫിഫ, അതായത് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ പ്രസ്താവിച്ചതനുസരിച്ച് ചൈനക്കാർ കുജു എന്ന മത്സരാധിഷ്ഠിത ഗെയിം കളിച്ചിട്ടുണ്ടെന്നും അവരാണ് ഫുട്ബോൾ, അതായത് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ മത്സരം കണ്ടെത്തിയതും എന്നൊക്കെയാണ് എന്താണ് പറയപ്പെടുന്നത്. ഇതൊക്കെ പണ്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ കഥകൾ പറയാട്ടോ. നമ്മൾ കഥയിലൂടെ പെട്ടെന്ന് പഠിച്ചെടുക്കുമല്ലോ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് കേട്ടോ. ഫുട്ബോളിന്റെ ഭാരം ഔൺസിലാണ് അളക്കുന്നത്. സ്റ്റോപ്പർ, ഗോൾ കീപ്പർ, വിംഗർ, അതായത് വലതും ഇടതും, സ്ട്രൈക്കർ, മിസ്ഫീൽഡർ തുടങ്ങിയവയാണ് മൈതാനത്ത് കളിക്കുന്ന ഫുട്ബോളിന്റെ ചില സ്ഥാനങ്ങൾ കേട്ടോ. 1888 ഫുട്ബോൾ ലീഗ് ഇംഗ്ലണ്ടിൽ, അതായത് യുണൈറ്റഡ് കിങ്ഡം സ്ഥാപിതമായി.
ലോകത്തിലെ നിരവധി പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങളിൽ ആദ്യത്തേതായിട്ട് ഇത് മാറുകയും ചെയ്തു. ആഗോളതലത്തിൽ ഫുട്ബോളിനെ നിയന്ത്രിക്കുന്നത് ഫിഫ, അതായത് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. 1904 മെയ് 21 പാരീസിൽ, അതായത് ഫ്രാൻസിൽ ഇത് സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിൽ ഫുട്ബോളിനെ നിയന്ത്രിക്കുന്നത് AIFF, അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ട്ടോ. 1937 ജൂൺ 23 ഇത് സ്ഥാപിതമായത്. ഓക്കെ, ഇനി ഫിഫയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ ഗിയാനി ഇൻഫാന്റിനോ. എന്താണ് ഗിയാനി ഇൻഫാന്റിനോ? ഓഗസ്റ്റ് 2020 കേട്ടോ ഞാൻ പറയണത്. സൂറിച്ച്, സ്വിറ്റ്സർലൻഡ് ആണ് ഇതിന്റെ ആസ്ഥാനം. AIFFന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ പ്രഫുൽ പട്ടേൽ, അതായത് ഓഗസ്റ്റ് 2020 ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് അനുസരിച്ച് ബെൽജിയം 1-ാം റാങ്കില്. എന്താണ് ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് അനുസരിച്ച് ബെൽജിയം 1-ാം റാങ്കിലും, അതായത് 2020 ഓഗസ്റ്റില് ഇന്ത്യ 108-ാം റാങ്കിലും ആണ് ഉള്ളത്. എങ്ങനെയാണ്? ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് അനുസരിച്ചിട്ട് ബെൽജിയം 1-ാം റാങ്കിലും, പിന്നെ ഇന്ത്യ എവിടെയാണ്? 108-ാം റാങ്കിലുമാണ് കേട്ടോ. തെറ്റിക്കല്ലേ, ആലോചിച്ച് എഴുതുക, കൺഫ്യൂസ് ആവരുത്. ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട്, അതിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? PV സിന്ധു ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോറി കേട്ടോ, ചുമ വരണു. ഞാൻ ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു എന്ന്, അതുകൊണ്ടാട്ടോ. ഓക്കെ, ഏതാ ക്വസ്റ്റ്യൻ? PV സിന്ധു ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ A ടെന്നീസ്, ഓപ്ഷൻ B ജിംനാസ്റ്റിക്, ഭാരോദ്വഹനം, ബാഡ്മിന്റൺ. ഇതിലെ ആൻസർ ഏതാണ്? ഓപ്ഷൻ D ബാഡ്മിന്റൺ ആണ് ഇതിന്റെ ആൻസർ. ഇതിൽ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഉണ്ട്, അത് പറഞ്ഞുതരാം. തെലുങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ ബാഡ്മിന്റൺ കളിക്കാരിയാണ് പുസാർല വെങ്കട സിന്ധു. എന്താണ്? PV സിന്ധു എന്നുള്ളതിന്റെ ഫുൾ ഫോം ആണ് പുസാർല വെങ്കട സിന്ധു. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻ ആണ് സിന്ധു. റിയോ ഒളിമ്പിക്സ് 2016, സൗത്ത് ഏഷ്യൻ ഗെയിംസ് 2016, 2018 ഓൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ വെള്ളി മെഡൽ നേടി. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ BWF ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുകയും സ്വർണം നേടുകയും ചെയ്തു. അർജുന അവാർഡ്, പത്മശ്രീ, അതായത് അർജുന അവാർഡ് 2013, പത്മശ്രീ 2015, രാജീവ് ഗാന്ധി ഖേൽ രത്ന 2016, പത്മഭൂഷൺ 2020 എന്നീ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ഇവരെ ആദരിക്കുകയും ചെയ്തു. വനിതാ സിംഗിൾസിൽ PV സിന്ധു ജപ്പാനിൽ നിന്നുള്ള നൊസോമി ഒക്കുഹാരയെ പരാജയപ്പെടുത്തി. BWF ലോക ടൂർ ഫൈനൽസിൽ 2018 ട്ടോ ചൈനയിലെ ഗ്വാങ്ഷൂവിൽ നടക്കുകയും ചെയ്തു. ഓക്കെ, ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് എന്നോട് ചോദിക്കാം, അതിന്റെ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഇതോടൊപ്പം തന്നെ മറ്റുള്ള സബ്ജക്റ്റുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതേപോലെ തന്നെ ആ സബ്ജക്റ്റുകളും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാ സബ്ജക്റ്റുകളും 2 വട്ടമെങ്കിലും കേൾക്കണമെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും, രണ്ടാമതും കൂടെ കേൾക്കുമ്പോഴാണ് നമുക്കത് തറോ മീൻസ് കൺഫേം ആവുള്ളൂ, മനസ്സിൽ പതിയുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, എൻജോയ് ചെയ്യുക. All the best. Thanks for watching. Okay, bye.